എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണായിട്ട് സ്പെഷ്യൽ സാരീസ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. സാരീസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചിലതൊന്നും നമ്മൾ വിചാരിച്ചത്ര സ്പീഡിൽ തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നവംബർ 1 നമ്മൾ ഇതേപോലെ കേരള സാരീസൊക്കെ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അതോടനുബന്ധിച്ച് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കുറച്ച് സാരീസ്, ലിപ്സ്റ്റിക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ സാരീസ് ഒന്നും എടുത്തില്ല. എന്നുവെച്ചാൽ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓണത്തിന് സ്പെഷ്യൽ സാരീസ് ഒന്നുമില്ല. ഏതെങ്കിലും എല്ലാ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ സദ്യ ഒന്നും ഞങ്ങൾ ഒരുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. മാക്സിമം തൃക്കാക്കര അമ്പലത്തിലാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. തൃക്കാക്കര അല്ലെങ്കിൽ ഗുരുവായൂരായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ തൃക്കാക്കര പോകാമെന്നാണ് ഇങ്ങനെ അമ്മ ഫൈനലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സാരി ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ ഉടുക്കുന്ന ഡ്രസ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഒന്ന് പറയട്ടെ. ഇത് കോട്ടൺ സാരിയാണ്. എനിക്ക് വേണം ഇതൊരു 1000 ആ ഒരു റേഞ്ച് വരുന്ന സാരി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് തന്നെ ഇടുമ്പോൾ നമ്മളൊരു കോമൺ സാരി ആയിപ്പോൾ. അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്ലൗസ്, ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിനോയാണ് ഈ ബ്ലൗസ് സജസ്റ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ ഒത്തിരി പൈസ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെസ്റ്റ് സൈഡിൻ്റെ ക്രോപ്പ് ടോപ്പാണ്. ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കോട്ടൺ സാരീസ് ഒക്കെ ഇടുന്നത് ഇപ്പോൾ ട്രെൻഡായിട്ട് വരുവാണ്. അപ്പോൾ ഞാനിട്ട സമയത്ത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ ആക്സസറി ഒക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യുക, ഒത്തിരി ആയാലും ഓവറായിപ്പോകും. അപ്പോൾ ഞാനൊരു നോർമൽ ഒരു കമ്മലിട്ടിട്ടുണ്ട്. ഇത് വൈറ്റ് മെറ്റലിൻ്റെ കമ്മലാണ്, ഗുഡ് വിൽ കളക്ഷൻസിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ നോർമൽ ഒരു മാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മാല കേട്ടോ. മാല ഞാൻ കാണിച്ചതാണ് ഇതിലൂടെ മാച്ച് ആവുന്നത്. ഇപ്പോൾ സിൽവർ കളർ വേണമെന്നുണ്ടെങ്കിൽ സിൽവർ കളറിലെ മാല, വള അതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസ് വാങ്ങുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ഒരു പാരറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞത്, അതും കാണാൻ നല്ല ഭംഗിയുണ്ടായി. ഇട്ട് നോക്കി ഇപ്പോഴും ഭംഗിയായിരുന്നു. പക്ഷേ എനിക്ക് ബ്ലൂവിനോട് കുറച്ച് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലൂ കളർ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വേണ്ടി വാങ്ങിയ 2 കേരള സാരീസ് ഉണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു. വെച്ചാൽ ആരെങ്കിലും ചോദിച്ചാലും എന്തെങ്കിലും കൊടുക്കാനായിട്ട് എക്സ്ട്രാ പീസസ് ഒന്നും ഇല്ല. ഒത്തിരി എന്ന് വെച്ചാൽ ഈ ഇയറിൽ പോൾക്ക ഡോട്ട്സ് ആയിരുന്നു കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നത്. പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് കളക്ഷൻസ് ഇറക്കണം എന്നുണ്ടായിരുന്നു. അത് ഉദ്ദേശത്തിലാണ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ സ്കൂളിലെ തിരക്കും വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ നവംബർ 1 വേണ്ടി 2-3 ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ കസ്റ്റമൈസ്ഡ് സാരീസാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ഒത്തിരി നമ്മുടെ വർക്ക് കോമൺ ആയി പോകും. എനിക്ക് എൻ്റേതായ ഒരു യൂണീക്ക് പീസസ് വേണം എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്രോപ്പ് ടോപ്പാണ് ബ്ലൗസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പൈസ വാങ്ങും. നമ്മൾ ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചേട്ടൻ്റെ വൈഫ് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ബ്ലൗസ് കിട്ടുന്നത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് വൈറ്റ് ഹക്കോബ ബ്ലൗസ് ആയിരുന്നു. അപ്പോൾ ആ മെറ്റീരിയൽ കുറേ കടകളിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് വിദ്യ എൻ്റെ അടുത്ത് വന്നത് ഇതേപോലെ ക്രോപ്പ് ടോപ്പ് വെസ്റ്റ് സൈഡിൻ്റെ കിട്ടും, അത് പോയി വാങ്ങിച്ചിട്ട് ഇതേപോലെ സാരീസൊക്കെ ഇടുവാണെങ്കിൽ ഭംഗിയാണ്. പിന്നെ ഞാൻ 1-2 റീൽസൊക്കെ നോക്കിയപ്പോഴും അതിലെനിക്ക് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ ഇതേപോലെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓണായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഐഡിയ തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് കാണിച്ചത്. കണ്ടോ? അപ്പം ഇനി ഈ കമ്മലിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാലയും കൂടി ഇട്ടൊന്ന് കാണിച്ചു തരാം. അതിട്ടാൽ കുറച്ച് ഓവർ ആകുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സിമ്പിൾ മാല ഇട്ടിട്ട് ഈ കമ്മലിട്ട് കാണിച്ചത്. ഇതിനെപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ഒരു ആക്സറി ഇടുമ്പോൾ ഭംഗി ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ സിമ്പിൾ ആവണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ടിടാം. പിന്നെ ഈ സാരി കോട്ടൺ ആയതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റിന് അത്രയും നല്ലതാണ്. ബ്ലൗസും പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ ഒത്തിരി ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. പിന്നെ നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും ഭയങ്കര ചൂട് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പം ഞാൻ മാലയും കൂടി ഒന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ മാല. ഇത് ലാസ്റ്റ് ഇയർ ഓണം സെലിബ്രേഷന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാനായിട്ട് ബ്രോഡ്വേയിൽ പോയി. നമുക്ക് സ്കൂളിൽ എപ്പോഴും ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നാസിയ മിസ് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്രോഡ്വേയിൽ ഒത്തിരി ഷോപ്സ് ഉണ്ട്. ഞാൻ ഒരു ദിവസം പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഒത്തിരി ഹോൾസെയിൽ ഷോപ്സാണ്. അവിടെ റീറ്റെയിലായിട്ട് കിട്ടാനായിട്ട് പാടാം. പക്ഷേ നമ്മൾ ഈ സ്ഥിരം പോകുന്നതുകൊണ്ട് ചില ഷോപ്പിലൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും തുറന്ന് നോക്കാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളണം, ഡാമേജ് ഉണ്ടെങ്കിലൊന്നും അവർ ഉത്തരവാദിയല്ല, അങ്ങനെ പറ്റുമെങ്കിൽ എടുക്കാൻ പറയാം. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാട്ടോ ഈ മാല. ഇത് ഡാൻസിങ് ഗേൾ ആണ്. ഇത് കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക്
കണ്ടോ, നല്ല ഭംഗിയുള്ള സിൽവർ കളർ. ഇതിൻ്റെ ഇയറിങ്ങും കൂടിയുണ്ട്. ഇയറിങ്ങും പക്ഷെ ഒരു ഹാങ്ങിങ് വന്നിട്ട് അതിലാണ്. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിലൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇടുവാണെങ്കിൽ അത്യാവശ്യം കാണാനായിട്ട് ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇനി ഇച്ചിരി ഓവറായി പോകുമോ എന്നുള്ളതിൽ. കണ്ടോ, അതേപോലെ വൈറ്റ് മെറ്റലിൻ്റെ ബാംഗിൾസും. അപ്പോൾ നമ്മൾ മാച്ചിങ് ഈ ഡ്രസ്സിന് എപ്പോഴും നമ്മളൊരു എത്നിക് ലുക്ക് കിട്ടാനായിട്ട്, അതൊരു എത്നിക് വെയർ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോൾഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പം ഞാൻ ഗോൾഡിൻ്റെ കളർ വളയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം ഈ ഫിംഗറിങ് ആണെങ്കിലും മാലയാണെങ്കിലും കമ്മലാണെങ്കിലും സെയിം കളർ കോമ്പിനേഷനിൽ കൊണ്ടുവരാം. അപ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാവും. അതായത് ഒരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് എല്ലാവരും നോക്കും എവിടെ നിന്നാന്നുള്ള ഇതിലൊക്കെ. അപ്പം അങ്ങനെ നോക്കുക. ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ വിചാരിച്ചു കമ്മൽ ഇച്ചിരി ഹെവി ആയതുകൊണ്ട് മാല കുറച്ച് സിമ്പിൾ ആക്കാന്ന് വെച്ചാണ് ഞാൻ ആ ഗോൾഡിൻ്റെ നോർമൽ താലി ചെയ്തിട്ടത്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിടാം, ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ കമ്മലിടാം, അല്ലെങ്കിൽ കമ്മൽ കുറച്ച് സിമ്പിളാക്കി ഇടാം, അല്ലെങ്കിൽ ഇത് തന്നെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മളൊരു ഓണം അങ്ങനത്തെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കൊരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. പിന്നെ ഈ സാരിയും ബ്ലൗസും നോർമലി നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ഇത്രയും ഹെവി അല്ലാതെ ചെറിയ സിമ്പിളായിട്ടുള്ള മാല ഇടുവാണെങ്കിൽ നമുക്ക് ഓഫീസ് വെയറോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് ഈ വർഷം ഓണത്തിന് എൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പം കേരള സാരി ഒത്തിരി ട്രെൻഡായി, ഒരു വെറൈറ്റി ഒന്നും നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് എല്ലാവരും കേരള സാരി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലുക്കിലൊക്കെ പോവുകയാണെങ്കിൽ കാണാനായിട്ട് രസമായിരിക്കും. പിന്നെ എപ്പോഴും ഓണം നമ്മുടെ ട്രഡീഷണൽ ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ കേരള സാരിയും കസവും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, നമുക്കും ഒരു ട്രഡീഷണൽ ഒരു ലുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും ലിപ് ലൈനർ. ലാസ്റ്റ് ഞാനൊരു വീഡിയോയിൽ ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്നുണ്ട് കേരള സാരി. അത് ഞാൻ പറഞ്ഞ് പ്രത്യേകം ചെയ്യിച്ചാണ് നമുക്ക് സാരിയൊക്കെ ചെയ്യുന്നവരോട്. പോൾക്ക ഡോട്ട്സും അതൊക്കെയായിരുന്നു കൂടുതൽ ഓർഡർ, പിന്നെ പക്ക ട്രഡീഷണലും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒത്തിരി പരിചയമുള്ളവർ പേഴ്സണലി മെസ്സേജ് ഇട്ട് അങ്ങനെയാണ് സെല് ചെയ്തത്. കൂടുതൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല, കുറച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് മെറ്റീരിയൽസ്. അപ്പോൾ ഞാനത് സമയം കിട്ടുന്നതനുസരിച്ച്, അതായത് നിങ്ങൾക്കൊരു നവംബർ 1 യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തേക്കും. ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കേരള സാരി. കണ്ടോ, കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന. ഇത് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്ന പോലെ ഇടാം കേട്ടോ. അപ്പം നോർമലി നമ്മൾ ടിഷ്യൂവിൽ സാരീസ് വരുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ല, സ്കൂൾ അടച്ചതും 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നല്ല ഭംഗിയുള്ള കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയമുണ്ടല്ലോ, ഇനി നവംബർ 1 ആവാൻ സമയമുണ്ട്. അപ്പോൾ നവംബർ 1 വരുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. നോർമലി നമ്മൾ ഇതിൻ്റെ ചെയ്യുന്നത് ഹിന്ദു ഗോഡ്സിൻ്റെ പിക്ചേഴ്സാണ്, കൃഷ്ണൻ, രാധ, അങ്ങനെയൊക്കെയുള്ള ഗണപതി, അങ്ങനത്തെ പിക്ചേഴ്സാണ്. പക്ഷേ ഇത് നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻസ് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് ആയിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. കണ്ടോ, അപ്പോൾ ഇതേപോലത്തെ ഒരു ലുക്കിൽ വരും, കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലൗസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പഫ് കൈ വന്നിട്ടുള്ള ബ്ലൗസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ ലുക്ക് ഉണ്ടാവും. എപ്പോഴും നമ്മൾ എത്ര മോഡേൺ ഇതിലേക്ക് പോയാലും ഗോൾഡൻ കസവ് സാരി കേരളത്തിൽ നമ്മൾ ഈ ഓണത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ്. കണ്ടോ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഒരു സാരിയും കൂടി ഇട്ട്, അത് കോപ്പർ കസവിലാണ് വന്നിരിക്കുന്നത്, അതും കാണിച്ചു തരാം. ഈ കാണിക്കുന്നതിലെ എൻ്റെ സാരീസ് ആട്ടോ, അതായത് എൻ്റെ ഓർണമെൻറ്റ്സ്, എൻ്റെ ആക്സസറീസ് എല്ലാമാണ്. ഞാൻ വാങ്ങുന്നത് എവിടെ നിന്നാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. ഇതെല്ലാം നമ്മുടെ സ്വന്തം വേദിക ബൊട്ടിക്കിൻ്റെ കളക്ഷൻസാണ്. പിന്നെ ഓർണമെൻറ്റ്സ് ഞാൻ വാങ്ങിയത് ബ്രോഡ്വേയിൽ മേത്തർ ബസാർ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്, ഹോൾസെയിൽ മാർക്കറ്റ്, അവിടെ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അതേപോലെ ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, ഇതെല്ലാം ഇവിടെ അടുത്ത് ഫോറം മാൾ, പുതിയ മാൾ വന്നിട്ടുണ്ട്, അവിടെ നിന്നും ലുലുന്ന് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ്സ് ഏത് കമ്പനിയാണ് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ലിപ്സ്റ്റിക്ക് എപ്പോഴും ഞാനൊരു പ്ലം ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, ബ്രൗൺ ആൻഡ് പ്ലം, അതിൻ്റെ ഒരു ഷെയ്ഡ്, ഒരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡ്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് നമ്പറും ഡീറ്റെയിലും കൂടുതലായിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി അടുത്ത സാരിയാണ്. ഇതാ ഈ കാണുന്നതാണ് അടുത്ത കളറ്. ഇത് നല്ല കോപ്പർ കസവിൽ വന്നേക്കുന്നതാണ്. കണ്ടോ, നല്ല ലൈറ്റ് കോപ്പറാണ്, ഭയങ്കര ഡാർക്ക് ഹെവി അല്ല. അതിൽ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ.
ഇതൊക്കെ റെയർ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്താലും നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ കളർ, എനിക്ക് കൂടുതൽ ഇഷ്ടം പ്ലെയിൻ കളർ ബ്ലൗസ് ഇടാണ് കേട്ടോ. ഇതിലെ ഡാർക്ക് കളർ വന്നിട്ടുണ്ടോ, ഈ ഡാർക്ക് കളറിൽ ബ്ലൗസാണ് ഞാൻ പ്രിഫർ ചെയ്തത്. പിന്നെ വേണമെങ്കിൽ ഗ്രീൻ ഇടാം. കണ്ടോ, അത് കൈ നല്ലപോലെ ലെങ്ത്ത് വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ ഭംഗിയായിരിക്കും. ഇതാണ് ഞാൻ കൂടുതലും നവംബർ 1 നമുക്ക് സ്കൂളിൽ നല്ല സെലിബ്രേഷനൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കേരള പിറവി ഡേ ഒക്കെ ആയിട്ടെ ഒത്തിരി ഞാൻ വച്ച് കാണിക്കായത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സാരീനോടുള്ള ഇഷ്ടം വന്നത് ഒരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ടീച്ചിങ് നമ്മുടെ പ്രൊഫഷൻ, നമ്മൾ ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാരിയൊക്കെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് കണ്ടോ. അപ്പം നമുക്ക് സാരി വാങ്ങാനും സാരി ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് എപ്പോഴും സ്കൂളാണ്. നമ്മളുടെ കുട്ടികളുടെ മുന്നിലാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമാണെങ്കിലും ഏത് ഒരു ഫംഗ്ഷൻ ഓരോ ഒക്കേഷനൊക്കെ വരുമ്പോഴെല്ലാവരും ഏത് സാരിയാണ് നാളെ ഏത് കളറാണ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഇടും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതേപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി സാരിയൊക്കെ ഇടുമ്പോഴേക്കും ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. കൂടെ ഉള്ളവരിടുന്നു, കുറേ ഫോട്ടോസ് എടുക്കുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കാം ആ പ്രൊഫഷനെ നമുക്ക് ഇതേപോലത്തെ ഇടാനും ആ ഒരു എന്താ പറയുക കേരള കൾച്ചർ കാണിക്കാനൊക്കെ പറ്റിയ ഒരു നല്ല പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സാരി എന്തായാലും നവംബർ 1 ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ മിക്കവാറും ഞാൻ ഇതേപോലെ ഏതെങ്കിലും സാരി എനിക്ക് വേണ്ടിയൊക്കെ മാറ്റി വെക്കുന്ന സമയത്ത് ആരെങ്കിലും പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇടും, ഇതെനിക്ക് തരാമോ, എനിക്കിത് ഭയങ്കര ഇഷ്ടം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചില സമയത്ത് ഞാൻ കൊടുത്തു പോകും കേട്ടോ. അപ്പം അങ്ങനെ ചിലപ്പോൾ എനിക്കിടാൻ പറ്റാറില്ലെങ്കിൽ ഞാൻ ആ ഒരു ഒക്കേഷൻ്റെ സമയത്ത് മാക്സിമം നല്ല ഭംഗിയുള്ളത് ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഒന്നത് ഈ ഓൺലൈൻ ബൊട്ടിക്കും കൂടി ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കും നമ്മൾ ഏതായിരിക്കും ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ വേദിക ബൊട്ടിക്കിൻ്റെ പുതിയ കളക്ഷൻ ഏതാ, അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടുമ്പോഴും അതെ ഇത് വേദിക ബൊട്ടിക്കിൻ്റെ, നമുക്ക് അവരും ഒരു പബ്ലിസിറ്റിയൊക്കെ ഇങ്ങനെ കൊടുക്കട്ടെ ഈ ഫംഗ്ഷൻ്റെ ടൈമിൽ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഞാനും കൂടുതൽ അന്നത്തെ ദിവസം കുറച്ച് സ്പെഷ്യലായിട്ട് ഇടണം എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ സാരിയുടെ വീഡിയോ ഇതുവരെ ഞാൻ ഇടാതിരുന്നത്. എന്നുവെച്ചാൽ ഓണത്തിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടാൽ ആരെങ്കിലും ഈ സാരി ചോദിക്കും ഓണത്തിന് എടുക്കാനായിട്ട്, ഇനിയിപ്പോൾ ഒരു ദിവസമുള്ളൂ, നമുക്ക് അയക്കാൻ പോലും സമയമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓണം സ്പെഷ്യലായിട്ടൊന്നും ചെയ്തില്ല, അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഈ കോമ്പിനേഷനും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എൻ്റെ പല്ലുമൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, സോഫ്റ്റാണ്, മെറ്റീരിയൽ സോഫ്റ്റാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ലിപ് ലൈനറാണ്. ഇതാ ഈ കാണുന്നതാണ് ലിപ്സ്റ്റിക്ക്, നൈക്ക ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതൊരു പേർപ്പിൾ ആൻഡ് ബ്രൗൺ ഷെയ്ഡാണ്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ ചെറുതായിട്ടൊരു ഗ്ലിറ്ററിങ് കൂടിയുണ്ട്. ഇത് ഞാൻ ഒരു ദിവസം ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം. ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ച വീഡിയോയിൽ ഞാൻ ഫോറം മോളിൽ പോയപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര ക്ലിയർ ആയില്ല. അതായത് ഷാമ്പറിൻ്റെ ആണ്. ഷെയ്ഡും അതിൽ വന്നിട്ടുണ്ട് കേട്ടോ, 13 അങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത്. എന്നുവെച്ചാൽ ലൈനർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഡാർക്ക് ഇടുന്നതാണ് നല്ലത്. ലിപ്സ്റ്റിക്കിനെക്കാളും ഡാർക്ക് ആയിരിക്കണം ലൈനർ. കണ്ടോ, ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് പുതിയ ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു 800 സംതിങ് ആണ്. അതായത് ഒരു ബിലോ 900 ആ ഒരു റേഞ്ചാണ് വരുന്നത്. എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്ക് ലിപ് ലൈനേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ്, നല്ല റേറ്റ് കൂടിയത് നോക്കി യൂസ് ചെയ്യണം. എന്നുവെച്ചാൽ നമ്മൾ സെൻസിറ്റീവ് പാർട്ടാണല്ലോ ലിപ്സ്, അതുകൊണ്ട് തന്നെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കൊച്ചു കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്യാം. അതായത് ഓൺലി ബിസിനസ് മാത്രമല്ല എൻ്റെ ചാനലിൽ കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒത്തിരി പേരെ ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജസ് ആയാലും കമൻറ്റ്സ് ആയാലും. അപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളായിട്ട് എനിക്ക് ഇതേപോലെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് വാങ്ങുന്നതും പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡയറക്റ്റായിട്ട് എടുത്തിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ പോകുന്ന സമയത്ത് വാങ്ങി അയച്ചൊക്കെ കൊടുക്കാറുണ്ട്. പറ്റാവുന്ന ഹെൽപ്പൊക്കെ ഞാനും കൂടി ചെയ്തു തരാം. പിന്നെ എല്ലാം കൂടെ ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.